രണ്ടാം കർഷക പ്രക്ഷോഭത്തിന്റെ ആദ്യ ദിവസം സംഘർഷഭരിതമായത് ഹരിയാന പഞ്ചാബ് അതിർത്തി പ്രദേശമാണ്. രാവിലെ ആയിരക്കണക്കിന് കർഷകർ ഹരിയാനയിലെ ശംഭു അതിർത്തി വഴി ഡൽഹിയിലേക്ക് തിരിച്ചു. പക്ഷേ ശംഭുവിൽ ഹരിയാന പോലീസ് കർഷകരെ തടഞ്ഞു. പോലീസിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കർഷകരുടെ ശ്രമം വലിയ സംഘർഷത്തിന് കാരണമായി. പോലീസ് ആദ്യം തന്നെ ചെയ്തത് ഡ്രോണുകൾ ഉപയോഗിച്ച് കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയാണ്. അതിനുശേഷം വലിയ സംഘർഷം രൂപപ്പെട്ടു. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോയ കർഷകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ശംഭു പാലത്തിന് മുകളിലെ ബാരിക്കേഡുകളെല്ലാം കർഷകർ തകർത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ശംഭുവിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശംഭുവിൽ മാത്രമല്ല, കുരുക്ഷേത്രയിൽ പോലീസും കർഷകരും ഏറ്റുമുട്ടി, ജിന്ദിൽ പോലീസും കർഷകരും ഏറ്റുമുട്ടി. ഈ ഇടങ്ങളിലെല്ലാം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്ത് കർഷകർ താഴേക്കെറിയുന്നതിന്റെ കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഡൽഹി അതിർത്തിയിൽ നിന്ന് 150ഓളം കിലോമീറ്റർ അപ്പുറത്താണ് കർഷകർ ഇപ്പോഴുള്ളത്. അവർ ഒരുപക്ഷെ ഇന്ന് അർദ്ധരാത്രിയോ നാളെ രാവിലെയോ നഗരത്തിലേക്ക്, ഡൽഹിക്ക് സമീപത്തേക്ക് എത്താനാണ് സാധ്യത. സിംഗു അതിർത്തിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.